ഇതില് വലിയ കോടതിയില് ശബരിമല വിഷയത്തില് സർക്കാർ നിലപാട് മാറ്റാണ്. അല്ല, നല്ല കാര്യം. നമ്മളെല്ലാം ആവശ്യപ്പെട്ടിരുന്നതാണ്. അന്ന് ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഇവര് പുരോഗമനവാദികളുമാണെന്നുള്ള ഒരു അവകാശവാദം ഉണ്ടായിരുന്നു. അതൊക്കെ പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം, ഞങ്ങളോട് മാപ്പ് പറയണം. ഞങ്ങൾ ഭയങ്കര പിന്തിരിപ്പന്മാരും ഇവര് ഭയങ്കര നവോത്ഥാനവാദികളുമായിരുന്നു, അല്ലേ? നവോത്ഥാന പ്രസ്ഥാനം എന്തെല്ലാമായിരുന്നു. ബാക്കി ഈ കാര്യം ഞങ്ങൾ നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യാസം വരുത്തരുത്, അത് അപകടകരമായ ചില പ്രവണതകൾക്ക് വഴിവെക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ പിന്തിരിപ്പന്മാരായിട്ടാണ് ഇവർ ചിത്രീകരിച്ചത്. ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിലാണ് ഇത് മാറ്റുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ അത് തിരിച്ചടിയാകുമെന്ന് ഭയന്നുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. പക്ഷെ തീരുമാനം നല്ലതാണ്, നേരത്തെ എടുക്കേണ്ടിയിരുന്ന തീരുമാനമാണ്. ഈ കുഴപ്പം മുഴുവനൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവരൊന്നും അതിൻ്റെ അകത്ത് കയറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അതെല്ലാം തെറ്റുകളാണ്, മുഴുവൻ തുടർച്ചയായി തെറ്റുകളാണ് സംഭവിച്ചത് എന്നതിൻ്റെ കുറ്റസമ്മതം കൂടിയാണ്. ഒരു പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, അവർക്ക് തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ ഇപ്പൊ എന്തെല്ലാം തീരുമാനങ്ങളാണ് വരുന്നത്. ഇത്ര സ്പീഡാണ് ഗവൺമെന്റിനെന്ന് നേരത്തെ ആർക്കും തോന്നിയില്ലല്ലോ. ഇപ്പം മന്ത്രിസഭാ യോഗം വരുമ്പോൾ എന്താണ് നടക്കുന്നത്? പിന്നെ പിൻവാതിൽ നിയമനം നടത്താൻ അത് സ്ഥിരീകരിക്കാൻ നോക്കുന്നു. ഒരു UDF സർക്കാർ വരുമ്പോൾ ഒരു പിൻവാതിൽ നിയമനം ഉണ്ടാവില്ല അവിടെ. അതെല്ലാം റദ്ദാക്കുക, ഒരു സംശയം വേണ്ട. ഒരു പിൻവാതിൽ നിയമനവും നിയമവിരുദ്ധമായ ഏത് കാര്യം ഏത് മന്ത്രിസഭ കൂടി തീരുമാനിച്ചാലും അതൊരു ജനാധിപത്യ സർക്കാർ നിലവിൽ വരുമ്പോൾ അത് നിയമപരമായി തന്നെ അത് റദ്ദാക്കും, ഒരു സംശയവും വേണ്ട. അത്തരം ഒരു തീരുമാനങ്ങൾ പോണ പോക്കിനെടുക്കണ്ട. ഈ 2008 നൽകിയ സർക്കാർ സമർപ്പിച്ചതും ഈ ഹിന്ദുമതത്തെ കുറിച്ച് അറിയാവുന്ന പണ്ഡിതന്മാരുടെ കമ്മിറ്റി രൂപീകരിച്ച് അവർ പഠിക്കട്ടെ എന്നല്ലായിരുന്നു. അപ്പോൾ അത് തന്നെയല്ലേ ഇപ്പോഴും പറയുന്നത്. ഇപ്പൊ അതൊന്നും അല്ലല്ലോ. ഇപ്പൊ എന്നാ പിന്നെ മാറിയില്ല എന്ന് പറഞ്ഞാൽ മതി. മാറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അല്ല, മാറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അല്ല, മാറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അത് ഞങ്ങളല്ലല്ലോ മാറിയെന്ന് പറയണത്, ഞങ്ങളല്ലല്ലോ. അഫിഡവിറ്റ് സർക്കാർ കോടതി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് ഞങ്ങൾ മാറ്റുന്നില്ല, ഞങ്ങൾക്ക് അതേ നിലപാട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ മതി. ഒരു കുഴപ്പമില്ല. അല്ലല്ല, ഒരു പഠിക്കണമെന്നും അല്ല പറഞ്ഞത്. പിന്നെ എന്തിനാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്? പിന്നെ എന്തിനാണ് കേരളത്തിൽ വൻമതിലുണ്ടാക്കിയത് നവോത്ഥാനത്തിന് വേണ്ടി? പിന്നെ എന്തിനാണ് ഞങ്ങളെ പിന്തിരിപ്പന്മാരെന്ന് വിളിച്ചത്? അപ്പം മാറ്റിയില്ലെങ്കിൽ മാറ്റിയില്ല എന്ന് പറഞ്ഞാൽ മതി, സന്തോഷത്തോടുകൂടി പറഞ്ഞാൽ മതി. അത് ഒരു നിലപാടാണല്ലോ, മാറ്റില്ല, അതൊരു നിലപാടാണ്. അതിനുള്ള ധൈര്യമില്ലല്ലോ, അതിനുള്ള ധൈര്യമില്ല. അതിന് പകരം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനം 10 വർഷം ഉണ്ടായിട്ട് ഏറ്റവും അവസാനം കൂടിയ ക്യാബിനറ്റിൽ ഒരു തീരുമാനം എടുക്കുന്നത് ആരെ ഭയന്ന? ജനങ്ങളെ ഭയന്നാണ് തീരുമാനം എടുക്കുന്നത്. ഉറപ്പായിട്ടും അതുകൊണ്ടല്ലേ ഏറ്റവും അവസാനത്തെ ക്യാബിനറ്റിൽ കൊണ്ട് ഇത് വെച്ചത്. ഇത് കഴിഞ്ഞ സുപ്രീം കോടതിയിൽ ഈ കേസെടുത്തപ്പോൾ ഗവൺമെന്റ് ഒരു ഉണ്ടായിരുന്നില്ലല്ലോ. അത് പറഞ്ഞാൽ മതി. ഇതിനേക്കാൾ വലിയ മലക്കം മറിച്ചില്ലേ, മനസ്സിലായില്ലേ? കീഴ്മേൽ മറിച്ചില്ലേ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. സമയം എടുത്തന്നില്ല, സമയം. അതിന് കേരളം ഒരുപാട് വില കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം അന്വേഷിക്കുമെന്നും പറഞ്ഞത്. അദ്ദേഹത്തിന് കൃത്യമായ പാർട്ടിയോടുള്ള കൂറും നിലപാടുമുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങളോട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു G. സുധാകരൻ്റെ വിഷയം ഉണ്ടാക്കി അതിൽ CPM പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ സമാന്തരമായി വേറൊരു സുധാകരൻ്റെ വിഷയം ഉണ്ടാക്കി അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്യാൻ. അല്ല, ഞാൻ പറയല്ലേ, ഞാനല്ല സംസാരിക്കുന്നത്, അങ്ങനെയല്ലല്ലോ. നിങ്ങളതിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളതിന് ശ്രമിക്കണ്ട, മനസ്സിലായി? ഇന്നലത്തെ സുധാകരൻ്റെ വിഷയം മറക്കാൻ വേണ്ടി ഇന്നൊരു പുതിയ സുധാകരൻ്റെ വിഷയം ഉണ്ടാകണം. പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതാണെങ്കിൽ തന്നെ അതിൽ കണ്ണൂർ മത്സരിക്കുമെന്നല്ലോ. അദ്ദേഹം കണ്ണൂരിനോടുള്ള വികാരപരമായ ഒരടുപ്പം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ MP അല്ലേ. അദ്ദേഹം അല്ലല്ല, ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച മടങ്ങിപ്പോണ്ടേ? എല്ലാ MP മാരും മടങ്ങിപ്പോയി. ഇന്ന് അദ്ദേഹം വരുമെന്നേ. നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഇന്ന് പോയി എത്ര MP മാര് വെള്ളിയാഴ്ച പോകുന്നു? നിങ്ങൾ ഓരോന്നിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനം കൊടുക്കുക. ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനം കൊടുക്കുക, ഏത് വ്യാഖ്യാനം വേണമെങ്കിൽ കൊടുക്കുക, മനസ്സിലായില്ലേ? അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയിട്ടാണെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ അകത്ത് എന്താ പറയുക? കണ്ണൂരിനോടുള്ള ഒരു വികാരപരമായ കാര്യമാണ്. അവിടെ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടത് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ, കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ, ആ ജില്ലയിലെ ഒട്ടാകെയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ അതിന് വ്യാഖ്യാനം കൊടുത്ത്
ഇന്നലത്തെ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്യാം, അത്രയല്ല അല്ലേ? അതിന്റെ അപ്പുറം ഒന്നുമില്ല. എനിക്ക് അത്രേ പറയാം. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലല്ല, താങ്കളോട് പറയേണ്ട ആവശ്യമുണ്ടോ? താങ്കളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ആരൊക്കെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്ന അങ്ങയോട് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരാൾ ചോദിക്കുകയാണ്, ഒരു മര്യാദ കാണിക്കുക പ്ലീസ്. അദ്ദേഹം ചർച്ചകളിലല്ല. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ കാര്യവും അദ്ദേഹം നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും ഡൽഹിയിൽ വരെ അദ്ദേഹം MP അല്ലേ. അതൊന്നും നിങ്ങളോട് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് പേര് മത്സരിക്കാൻ ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ട്. ആ ചിലർ വേണ്ടാന്ന് പറയുന്നത് അതൊന്നും നിങ്ങളോട് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ അകത്തൊരു അനൗചിത്യമില്ല. ഓരോ വ്യക്തികൾ വന്ന് ഞങ്ങളോട്, കോൺഗ്രസ് നേതാക്കന്മാരോട് വ്യക്തിപരമായി പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ചെയ്യാൻ പാടില്ല. അതിലൊരു ഇംപ്രോപ്രൈറ്റി ഉണ്ട്, അനൗചിത്യം ഉണ്ട്. അത് ചെയ്യാൻ പാടില്ല. വേറെ എന്തെങ്കിലും വിഷയം ചോദിക്കും. ഇതില്ല, എത്രയേ ഉള്ളൂ. വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും. വേറെ ഒന്നുമില്ലല്ലോ വിഷയിച്ചൊന്നും. പിന്നെ ഒരു കാര്യം കൂടി ആരോഗ്യമന്ത്രിയെ കേസുകാരെ ആക്രമിച്ചു എന്നുള്ളതിൻ്റെ കോടതിയിൽ അവർക്ക് ജാമ്യം കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന മൊഴി ഒരായുധം അവർ ഉപയോഗിച്ചിട്ടില്ല. ആയുധം ഉപയോഗിച്ച് അവരെ ആക്രമിച്ചു, അവരെ പരിക്കേൽപ്പിച്ചു എന്നാണ് FIR. ഒരായുധം ഉപയോഗിച്ചിട്ടില്ലെന്ന് അതേ പോലീസും മൊഴി കൊടുത്തിരിക്കുകയാണ്. ഈ ആരോഗ്യമന്ത്രിയും CPM-ഉം കേരളത്തിലെ ജനങ്ങളോട് പറയണം. കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാണ്, അവർക്കെതിരെ കേസ് കൊടുക്കണം. കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് ശ്രമിച്ച ഇതൊക്കെ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇതിനൊന്നും അധികം ശ്രദ്ധയില്ലല്ലോ. ഇന്നൊരു രാജി കൂടി വന്നിട്ടുണ്ട്.